ഹലോ ഗൈസ്, തൊപ്പിയുടെ പലസ്റ്റീൻ മാർക്കറ്റ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ വിഷയം ഗൈസ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രം കാണുന്നതിന് പകരം ഒരു വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പലതരത്തിലുള്ള ആംഗിളുകളിൽ നിന്ന് ഈ കാര്യത്തെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ള രീതിയിലാണ് ഞാനിതിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഗൈസ്. ഞാൻ മീഡിയ വണ്ണിലൊരു സംഗതി കണ്ടു. തൊപ്പിയെ ദാരുണമായി വിമർശിച്ചുകൊണ്ട് തൊപ്പിയെ ആളുകൾ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, തൊപ്പിയെ നിരോധിക്കണം, നമ്മുടെ കുട്ടികളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊപ്പിയുടെ ഈ ഒരു സ്വാധീനത്തിൽ പെടാൻ നമ്മൾ അനുവദിക്കരുത്, വലിയ സാമൂഹിക വിപത്താണ് തൊപ്പി എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ കണ്ടു കേസ്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഗതി ഇസ്രായേൽ പാലസ്റ്റീൻ വിഷയവുമായി ബന്ധപ്പെട്ട് തൊപ്പി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മൂപ്പരുടെ ഒരു പ്രതികരണമാണ്. ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആരെ അനുകൂലിക്കുന്നു എന്നൊരു സംഗതി മൂപ്പരൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ, മൂപ്പര് സ്റ്റാൻഡ് ചോദിച്ചപ്പോൾ, മൂപ്പര് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകളും മൂപ്പരുടെ ഫാൻസായിട്ടുണ്ട്, തൊപ്പിയുടെ ഫാൻസായിട്ടുണ്ട്. അതേപോലെ തന്നെ പലസ്റ്റീനെ അനുകൂലിക്കുന്നവരും ഫാൻസായിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിലൊരു സ്റ്റാൻഡ് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ എടുത്തപ്പോൾ അതെന്തുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്തത്? മാർക്കറ്റ് നോക്കിയിട്ടാണോ? അതായത് മൂപ്പരുടെ ആരാധകരെ സ്പ്ലിറ്റ് ചെയ്യാൻ മൂപ്പർ ആഗ്രഹിക്കുന്നില്ല. മൂപ്പർക്ക് അതുകൊണ്ട് ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ചെയ്യുന്നത്. അത് മനുഷ്യത്വത്തിനെതിരാണ്. മനുഷ്യത്വമുള്ള ഒരാളും അങ്ങനെ സ്റ്റാൻഡ് എടുക്കില്ല, പലസ്റ്റീനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത് ഇതാണ് സംഗതി. അപ്പോൾ തൊപ്പി പിന്നീട് ഒരു മാപ്പ് സോറി പറഞ്ഞു. അതായത് മൂപ്പരൊരു മുസ്ലിമാണ്, ചെറുപ്പം മുതൽ പലസ്റ്റീന് വേണ്ടിയിട്ട് കുറേ കാലമായിട്ട് പലസ്റ്റീന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, പലസ്റ്റീന് വേണ്ടി ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള ആളാണ്, പലസ്റ്റീന് വേണ്ടി അതായത് ചാരിറ്റി സംഗതികളൊക്കെ അല്ലേ അതൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ, ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോഴും ആളുകൾ പറഞ്ഞത് മതപരമായ രീതിയിൽ എടുക്കേണ്ട ഒരു സംഗതി അല്ല പലസ്റ്റീൻ ഇസ്രായേൽ വിഷയം. അത് വളരെ ചെറിയ കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ കൊന്നിട്ടുള്ള നശിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ ഇസ്രായേലിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ ഇൻഫ്ലുവൻസർക്ക് സാധിക്കുക? മൂപ്പര് മനുഷ്യത്വം ഇല്ലാത്ത ആളാണെന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു. പിന്നെ തൊപ്പിക്ക് പൊതുവെ എന്താ വെച്ചാൽ വളരെ ധൈര്യമുള്ള ഒരാളാണെന്നും, പക്ഷേ ഇപ്പോൾ ധൈര്യം കാണിക്കണില്ല, അപ്പോൾ അതെന്തോ കള്ളത്തരമാണ്, തൊപ്പി ഫേക്കാണെന്നുള്ള രീതിയിലൊക്കെയാണ് വർത്തമാനങ്ങൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് അല്ലേ. പലരും തൊപ്പിയെ നിരോധിക്കണമെന്നും തൊപ്പിയുടെ കൈപ്പിടിയിൽ നിന്ന് 18 വയസ്സിന് താഴെയുള്ള ആളുകളെ രക്ഷിക്കണം, കുട്ടികളെ രക്ഷിക്കണം എന്നുള്ളതായിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തൊപ്പിയെ അട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടിയായിട്ടാണ് പലരും ഈ ഒരു സംഗതി എടുക്കുന്നത്. പക്ഷെ ഞാനിതിൽ വളരെ പോസിറ്റീവായിട്ടൊരു സംഗതി ഇറക്കുന്നത്, തൊപ്പി മാപ്പ് പറഞ്ഞു, അല്ലെങ്കിൽ തൊപ്പിയുടെ ഒരു സ്റ്റാൻഡ് പറഞ്ഞു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൊളിറ്റിക്കലി ഇതൊരു കോൺട്രവേഴ്സി ആവരുത് എന്നൊക്കെ വിചാരിച്ചായിരിക്കും തൊപ്പി ഒരു പക്ഷേ അങ്ങനെ സ്റ്റാൻഡ് പറയാണ്ടിരുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ തൊപ്പിയെ ന്യായീകരിക്കണമില്ല, കുറ്റപ്പെടുത്തുന്നില്ല. തൊപ്പിക്ക് അങ്ങനെ തോന്നി, തൊപ്പി അങ്ങനെ ചെയ്ത്. പക്ഷേ പിന്നീട് തൊപ്പിയുടെ ഒരു സ്റ്റാൻഡ് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാൻഡ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും വേണം. പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ക്രൂരമായ രീതിയിൽ ചെയ്ത ആളുകളെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകളുണ്ട്, അതേപോലെ പലസ്റ്റീനെ സപ്പോർട്ട് ചെയ്തിട്ടും ആളുകളുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് പീസ് ടോക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാലും ആളുകൾക്ക് എന്താ വെച്ചാൽ മനുഷ്യത്വപരമായ രീതിയിൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ അപ്പോഴും ഒരു ദേശം അല്ലെങ്കിൽ ഒരു രാജ്യം, അതിൻ്റെ സ്വാതന്ത്ര്യം, അതിൻ്റെ ഓട്ടോണമി, ഈ ഒരു സംഗതിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ചില ആളുകൾ സ്റ്റാൻഡ് നേരിട്ട് മാറ്റും. ഈ ഒരു സംഗതിയുണ്ട്. പിന്നെ ചില ആളുകൾ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് സൈഡിനെയാണോ ആ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാണ്ട് കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെയുണ്ട് ഒരുപാട് ആളുകൾ. ഒരു ട്രെൻഡായിട്ടൊരു ഫാഷനായിട്ടൊക്കെ എടുക്കുന്ന ആളുകൾ. ഇത് ഇപ്പോൾ ആണെങ്കിൽ ട്രെൻഡും ഫാഷനും മാറുകയും ചെയ്യും. അല്ലാണ്ട് മഞ്ചത്ത് നോക്കിയിട്ടൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും, പക്ഷെ പുറത്ത് കാണിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ ആളുകൾ. അപ്പോൾ ഇവിടെ തൊപ്പിയുടെ കാര്യത്തിൽ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊപ്പി എന്നതൊരു മാർക്കറ്റിനെ കണ്ടുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന്. അതായത് ന്യൂട്രലായ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ട്, അതായത് രണ്ട് സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മൂപ്പര് ആരാധകരായിട്ടുണ്ട് എന്നതുകൊണ്ട് മൂപ്പര് ഒരു ന്യൂട്രലായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് തൊപ്പി വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ആളുകൾ പൊതുവെ പറയുന്നത്.
അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഒരാൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒന്നാമത്തെ പോയിൻ്റ് ഇവിടെ പറഞ്ഞല്ലോ. പിന്നെ വേറെ ഇവിടെ പറയുന്നത് മൂപ്പർക്ക് ലൈക്കും വ്യൂസും മാത്രം മതി എന്നാണ് ആളുകൾ പറയുന്നത്, തൊപ്പിക്കെതിരെ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ തൊപ്പി സോറി പറഞ്ഞതിന് ശേഷം, തൊപ്പിയുടെ സ്റ്റാൻഡ് പറഞ്ഞതിന് ശേഷം ആളുകൾ പറയുന്നത് കണ്ടോ ഇപ്പോഴും വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ. അല്ലാണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് പലസ്തീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആ ഒരു റീസൺ, ആ ഒരു കോസ് മനസ്സിലാക്കിയിട്ടല്ല തൊപ്പി ഇപ്പോഴും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്നാണ് ഒരു കൂട്ടം ആളുകൾ. ഇവിടെ പറഞ്ഞാൽ മഴ പെയ്താലും കുറ്റം, മഴ പെയ്തില്ലേലും കുറ്റം, നിന്നാലും കുറ്റം, ഇരുന്നാലും കുറ്റം അല്ലേ? ഇതാണൊരവസ്ഥ. ആളുകൾക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണ്ടേ അല്ലേ? നമുക്ക് പിന്നെ തൊപ്പീനെ തുടക്കം മുതലേ ഇഷ്ടമല്ലാത്ത കുറേ ടീംസ് ഉണ്ട്, സദാചാര മലരികൾ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ തൊപ്പി ഇവിടെ എന്ത് ചെയ്താലും അവർ അംഗീകരിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ എന്താ വെച്ചാൽ തൊപ്പീനെ നിരോധിക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ ചെയ്യുക? എന്നെ സംബന്ധിച്ചിടത്തോളം തൊപ്പി എന്താ പറയുക, ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള വലിയ അലമ്പൊന്നും ഉണ്ടാക്കാത്ത ഒരു മനുഷ്യരായിട്ടിരിക്കുന്നത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തൊപ്പീനെ എല്ലാവരും കടന്ന് ആക്രമിക്കുമ്പോൾ ഒന്ന് തൊപ്പി അപ്പോൾ അത്രയും ആലോചിക്കാണ്ട് പറഞ്ഞതായിരിക്കും അങ്ങനെ സംഭവം. പിന്നെ തൊപ്പിയുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുള്ള പോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ആരുടെ ഭാഗം പിടിക്കണം എന്നുള്ളത്, തൊപ്പി ഒരു മനുഷ്യനാണ്, തെറ്റുകളും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ആ തൊപ്പീനെ അങ്ങനെ അക്നോളേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ അവിടെ പല ആളുകളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ആയിക്കോട്ടെ പലസ്തീൻ ആയിക്കോട്ടെ അവർക്ക് മനുഷ്യരാണുള്ളത്, അവർക്ക് അവരുടേതായ കൺസേൺസും സംഗതിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഒന്ന് ആലോചിച്ച് എന്നിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരാണല്ലോ എന്നുള്ളൊരു എമ്പതി വെച്ചിട്ട് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന ആളുകളുണ്ട്. ഞാനിത് കമൻറ്റുകൾ വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്, യൂട്യൂബിലെ കമൻറ്റുകൾ വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്തായാലും ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയമായി. സീക്രട്ട് അണ്ണൻ്റെയൊക്കെ വീഡിയോ മൂപ്പരിങ്ങനെ 10-35 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് നിങ്ങൾ അണ്ണൻ്റെ ഒരു ഇതൊന്ന് പറയുന്നൊക്കെ. പിന്നെ ഇതിൻ്റെ വേറെ വിഷയം എന്താ വെച്ചാൽ തൊപ്പിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ ഫാൻസ് അവരെ ചാനൽ പൂട്ടിക്കുന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയുള്ള കുറേ കമൻറ്റുകൾ കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ കേസ്, തൊപ്പിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ രീതിയിൽ അഭിമാനമുള്ള, വളരെ സന്തോഷമുള്ള, വളരെ മോട്ടിവേറ്റിംഗ് ആയ ഇൻസ്പിറേഷൻ ഒരു കാര്യം എന്താ അറിയോ, തൊപ്പീനെ തെറി വിളിച്ചൊരു എങ്ങനെ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ തൊപ്പി ഫാൻസിനോട് പറഞ്ഞ കാര്യമുണ്ട്, എടാ ഒരിക്കലും നിങ്ങൾ അവർ പൂട്ടിക്കൊന്നും ചെയ്യരുത് കേട്ടോ, ആരോ ചാനൽ പൂട്ടിക്കണം എന്നൊക്കെ പറയുക, റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുക, ചാനൽ പൂട്ടിക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് ട്രോളാണെങ്കിൽ ട്രോളുക, വർത്തമാനം പറയണം, ചാനലൊന്നും പൂട്ടിക്കരുത് എന്നുള്ള സംഭവം. അതെന്താ അറിയുമോ, അത് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സ്റ്റാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പോയിൻറ്റുകളൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഒരവസരം കിട്ടിയപ്പോൾ കൂട്ടത്തോടെ ആക്രമിക്കണം. അവൻ ലോകത്തിലെ ഏറ്റവും ദുഷിച്ച മനുഷ്യനും ഒട്ടും മനുഷ്യത്തില്ലാത്ത മനുഷ്യനും മനസാക്ഷിക്ക് മനുഷ്യത്വത്തിനെതിരുള്ള മനുഷ്യനും ലോകം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യനും ആയി ആളുകൾക്ക് അല്ലേ? അപ്പോൾ അവൻ്റെ ഇത്രയും കാലത്തെ ഈ അതിജീവനം, ഇത്രയും കാലത്തെ കഷ്ടപ്പാട്, അത് ഇതൊന്നും ഇപ്പോൾ സക്സസ് സ്റ്റോറി ഒന്നും അല്ലാണ്ട് ഇപ്പോൾ ആളുകൾക്ക് അവന് ഭ്രഷ്ട് കൽപ്പിക്കണം ആളുകൾ. പിന്നെ തൊപ്പി എന്താ ചെയ്യേണ്ടത്? തൊപ്പി കെട്ടി തൂങ്ങി ചാവണോ? അങ്ങനെ ഒന്നും പറഞ്ഞു അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. എന്തായാലും കേസ് ഞാൻ കാര്യം പറയട്ടെ, എല്ലാ മനുഷ്യരും എന്തെങ്കിലും ഇംപെർഫെക്ഷൻസോ വീക്ക്നെസ്സുകളോ വീക്ക് പോയിൻറ്റുകളോ ഒക്കെ ഉള്ള മനുഷ്യരായിരിക്കും. പിന്നെ ആളുകളെ വെറുപ്പിക്കേണ്ടെന്ന് ചില സമയത്ത് ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡൊക്കെ എടുക്കേണ്ടായിരിക്കും. അത് തെറ്റോ ശരിയോ അങ്ങനെയില്ല. ആളുകൾ അങ്ങനെ പലതും പറയട്ടെ. ഞാൻ തൊപ്പിയെ എല്ലാവരെയും പോലുള്ളൊരു മനുഷ്യനായിട്ട് എടുക്കുന്നത്, അയാളുടേതായ കഷ്ടപ്പാടുകളുടെ ദുരിതത്തിലൂടെ വന്നുള്ളത്, അയാൾക്കൊരു മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അയാൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ മനസാക്ഷിയുള്ളൊരു മനുഷ്യൻ മനുഷ്യകുലത്തിനെതിരായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു രീതിയിൽ വെച്ച് ഒരുപക്ഷെ മൂപ്പര് അങ്ങനെ പറഞ്ഞായിരിക്കും. അത് വിവാദപരമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. പലസ്തീനൊപ്പം എന്നൊരു സ്റ്റാൻഡിലേക്ക് മൂപ്പര് പിന്നീട് എത്തുകയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇനി അയാളിങ്ങനെ കരിവേരി തേച്ചുകൊണ്ട് ട്രോളി കൊണ്ട് കൊന്നിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ കാര്യമുള്ളത്? അപ്പോൾ ഞാൻ പറയുന്നത് തൊപ്പി എല്ലാവരും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കണം, കുട്ടികൾ പൊളിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തരുടെ സ്റ്റാൻഡാണ്. ഇപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ പൊളിറ്റിക്കലായ കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരിക്കും. പക്ഷേ ഒരാൾ കരയുമ്പോൾ അവർക്ക് വിഷമം വരുന്നുണ്ടായിരിക്കും. വിശന്നിട്ട് ഒരാൾ വിഷമിക്കുന്ന സമയത്ത് കണ്ണ് നനയണമൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇന്ന് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടായിരിക്കാം
അല്ലേ ഡൊണേറ്റ് ചെയ്യണം തോന്നുന്നുണ്ടായിരിക്കും. ഇവരൊക്കെ മനുഷ്യപ്പറ്റുള്ള ആളുകൾ തന്നെ. അപ്പോൾ തൊപ്പി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഡൊണേഷൻസും പരിപാടികൾ അവർക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യില്ല, അങ്ങനെ പല കാര്യങ്ങളും എന്തൊക്കെയുണ്ട്. അത് തൊപ്പിനെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും, തൊപ്പിയുടെ ലൈവ് കാണുന്ന ആളുകൾക്കൊക്കെ അല്ലേ. തൊപ്പീനെ കുറ്റം പറയാൻ വേണ്ടി വരുന്ന ആളുകൾ ഇതൊന്നും കാണണമെന്നില്ല. തൊപ്പീനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാനും ഒറ്റപ്പെടുത്താനും കല്ലെറിയാനാണ് അവർ ശ്രമിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് തൊപ്പി ദുരിതം അനുഭവിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക്, കൊച്ചുങ്ങൾക്ക്, സ്ത്രീകൾക്കൊക്കെ എതിരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തൊപ്പി നല്ല കമ്പാഷനേറ്റായ സ്നേഹമുള്ള അത്യാവശ്യം ആളുകളോട് ബഹുമാനമുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ ചരിത്രം എന്തോ അതൊന്നും ഇപ്പോൾ വലിച്ച് കഴിയേണ്ട കാര്യമില്ല. അയാളുടെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ അയാൾക്ക് അങ്ങനെ പലതും ഇപ്പോൾ തെറി പറയേണ്ടിയൊക്കെ വന്നു. അത് വെച്ച് ഇപ്പോൾ ഇതെല്ലാം കൂടി അയാളുടെ മണ്ടയ്ക്ക് അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് ആളുകൾ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഗൈസ്. എന്തായാലും തൊപ്പിയുടെ നിലപാട് വ്യക്തമാക്കി, സന്തോഷം. അതിൻ്റെ പേരിൽ ചില ആളുകൾ ചിലപ്പോൾ അയാളെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ടാകും, ഇപ്പോൾ ചെയ്യാണ്ടിരിക്കും. പിന്നെ അൺഫോളോൻ്റെ കാര്യം പറഞ്ഞപ്പോഴേട്ടോ, അൺസബ്സ്ക്രൈബ് ചെയ്യലൊക്കെ തൊപ്പിക്ക് ആരാധകരെ കൂട്ടാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഡിപ്ലോമാറ്റിക്കായി ഒരു സ്റ്റാൻഡ് എടുത്തത് എന്ന് ഇവിടെ പറയുന്നത്. അതായത് ഇതിലൊരു അഭിപ്രായം പറയണ്ട എന്നുള്ള രീതിയിൽ എടുത്തെന്ന് പറയുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പക്ഷെ കുറേ ആളുകൾ അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അവനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി, എന്താ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാതെ ഈ മനുഷ്യത്വത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി എന്നറിഞ്ഞപ്പോഴാണ് തൊപ്പി ഇതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയൊരു ശതമാനം ആളുകൾ വരുന്നുണ്ട്. അപ്പം ഞാനിതിനെ കൂടുതൽ കോൺട്രവേഴ്ഷ്യലാക്കിയിട്ട് ആക്കാൻ എനിക്ക് ആഗ്രഹിക്കണില്ല, ഞാനങ്ങനെ വിചാരിക്കണമില്ല. തൊപ്പി ഒരു മോശം മനുഷ്യനാണെന്ന് ഞാൻ പറയാനേ ആഗ്രഹിക്കണില്ല. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു സംഗതിയില്ല. അപ്പോൾ തൊപ്പി നല്ല മനസാക്ഷിയുള്ളൊരു മനുഷ്യനായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഗൈസ്. എന്ത് പറഞ്ഞ പോയിൻ്റ് തന്നെ വീണ്ടും പറയണേ. എന്തായാലും സംഭവം ഗൈസ് അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊപ്പിയോടൊപ്പം പറഞ്ഞാൽ തൊപ്പിയുടെ സ്റ്റാൻഡിനൊപ്പം നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. തൊപ്പി തെറ്റ് തിരുത്തിയല്ലോ, ആ തെറ്റ് തിരുത്താനുള്ള മനസ്സ്, തെറ്റ് എന്ന് പറയാൻ പറ്റുമതിനെ, ആ തൊപ്പി ഒന്ന് ക്ലാരിഫൈ ചെയ്തല്ലോ, ആ ക്ലാരിഫൈ ചെയ്യാനുള്ള മനസ്സ് ആരും കാണാണ്ട് പോയത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. അത് വളരെ അതായത് നമ്മൾ കൊച്ചുങ്ങളെ കൊല്ലുന്ന ആളുകളെ നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നൊരു സംഗതി അവിടെ ഉണ്ട് അല്ലേ. എന്താ ചെയ്യാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ചരിത്രബോധമുള്ള ആളുകളൊക്കെ ആവേണ്ടി വരും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഇസ്രായേൽ, പാലസ്തീൻ അത് ദൂരെയുള്ള രാജ്യങ്ങളിലെ സ്ഥലങ്ങളല്ലേ എന്നൊന്നും എടുക്കണ്ട. നമ്മുടെ നാട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ ഗ്രാമത്തിൽ ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്ന ഒരവസ്ഥയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആരുടെ ഭാഗത്ത് നിൽക്കുക എന്നാലോചിച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സംഗതി നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടായിരിക്കും ഗൈസ്. എന്തായാലും എല്ലാവരും മനുഷ്യരാണ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. എന്തിനാ വെറുതെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കണല്ലേ. അപ്പോൾ ബായ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. തൊപ്പിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൊപ്പി മുത്തുമണിയാണ്.